സാർ ഹ്യൂമർ വേഷങ്ങൾ ചെയ്യുമ്പോൾ സാധാരണ പറയാറുണ്ട് ഹ്യൂമർ വേഷങ്ങളാണ് സീരിയസ് വേഷങ്ങളെ കാട്ടിലും ചെയ്യാൻ പാട്. അതെ, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതെങ്ങനെയാണ് സാറിന് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്? അത് തീർച്ചയായിട്ടും അത് തന്നെ. കാരണം ഒരു സീരിയസ് റോൾ അഭിനയിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരാളിനെ കരയിപ്പിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ചുമ്മാ അടുത്ത് നുള്ളിയാൽ ഒരാൾ കരഞ്ഞെന്നിരിക്കും, അല്ലെങ്കിൽ ഗ്ലിസറിനിട്ട് ഒരാളൊരു ദുഃഖം വരിക, അല്ലെങ്കിൽ ഒരു വയലിൻ്റെ ഒരു മ്യൂസിക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കരയിപ്പിക്കാൻ പറ്റും. ഹ്യൂമർ എന്ന് പറഞ്ഞത് അത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ അതൊരു വളിപ്പായിട്ട് മാറും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട സംഭവം തന്നെയാണ് സത്യം. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ആക്ടേഴ്സ് ഉള്ള ഒരു ഫീൽഡ്. മണിരത്നം തന്നെ എൻ്റെ അനന്തപുരത്തിനെ കണ്ടിട്ട് തന്നെ പറയണ്ടായി, ഈ ആക്ടേഴ്സൊക്കെ വളരെ പ്രൊഫഷണലാണ്. ഒരു സീൻ കിട്ടുന്നവർ പോലും വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം ഞാൻ പറയാം, മലയാളീസിനെ സംബന്ധിച്ചുള്ള ഏറ്റവും ഭാഗ്യമുള്ള നടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാഗ്യമുള്ള നടൻ വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസിന് കാണാൻ. എന്നെ സംബന്ധിച്ചുള്ള മലയാളത്തിലെ അപ് ടു ഡേറ്റ് ആക്ടർ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ജഗതി ശ്രീകുമാറാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പോലും ഈ ഓൾഡ് ബോയ് ആയിരുന്ന ഈ ജഗതിയുടെ അഭിനയം കണ്ടിട്ട് അതിലൊരു ആരാധന തോന്നിയിട്ട് നടനായ ആളാണ് ഞാൻ. എനിക്ക് അയ്യോ ദൈവമേ ഇതുപോലെ സ്റ്റേജിൽ അഭിനയിക്കണം, ഇതുപോലെ ആൾക്കാരുടെ കയ്യടി അംഗീകാരങ്ങൾ വാങ്ങിക്കണം എന്നുള്ള എൻ്റെ ഒരു സ്പാർക്ക് നടനാവണം എന്നുള്ളത് ജഗതി ശ്രീകുമാറായിരുന്നു. കൂടെ അഭിനയിക്കുന്നവരുടെ പെർഫോമൻസ് നമ്മുടെ അഭിനയത്തിൻ്റെ ഗ്രാഫും ഉയർത്തും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സാറിപ്പം ലാൽ സാറിൻ്റെ കൂടെ അഭിനയിച്ച ഓട്ടോ, അങ്ങനെ ഒരുപാട് അരം കിന്നരം, പിന്നെ ബോയിങ് അങ്ങനെ ഒത്തിരി സിനിമകളുണ്ട്. അപ്പോൾ ആ ഒരു ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരു അഭിനയത്തെക്കുറിച്ച് ഒന്ന്. അല്ല, ശരിക്കും പറഞ്ഞാൽ ഈ കൂടെ നിൽക്കുന്ന ആളുടെ അഭിനയം നമ്മുടെ അഭിനയത്തിനെ ബാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ അഭിനയം നന്നാക്കുന്നത് സത്യമാണ്. ഇപ്പോൾ നമ്മളൊരു സീൻ അഭിനയിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ആൾ വളരെ പുവർ പെർഫോമൻസും അയാൾ റിയാക്ഷൻ ചെയ്തില്ലെങ്കിൽ ഇപ്പുറത്തേക്കുന്ന ആളങ്ങ് തളർന്നു പോകും. ഇതെന്തുവാന്ന് വെച്ചാൽ ഈ കൂടെ നിൽക്കുന്ന ആൾ അതിഗംഭീരമായിട്ട് അഭിനയിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം എത്താനും അതിൻ്റെ റിയാക്ഷൻ വരാനുമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവങ്ങൾ വരും. ഒരാൾ വളരെ ഫീൽ ചെയ്ത് കരഞ്ഞ കാര്യം വന്നാൽ നമുക്ക് കരച്ചിൽ വരും. അത്ര ഫീലിങ്ങുള്ള മാറ്റർ ചത്തതുപോലെ ഒരുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിൽ അവൻ്റെ അടുത്ത് ദേഷ്യം തോന്നും, അത് മുഖത്ത് കാണുകയും ചെയ്യും. കാര്യം ലെൻസ് ഭയങ്കര സെൻസിറ്റീവ് അല്ലേ. നമ്മുടെ മുഖം എന്ന് പറഞ്ഞാൽ 35ഓളം ഇരട്ടി വലുതായിട്ടുള്ള സ്ക്രീനിൽ ആൾക്കാരാണ്. അപ്പോൾ ചെറിയൊരു നേരിയ ചലനം പോലും അറിയാൻ പറ്റും. ഒന്നും വേണ്ട, നമ്മളൊരു ഡയലോഗ് കാണാതെ പിടിച്ച് പറയുമ്പോൾ ഈസി ആയിരിക്കും. പക്ഷേ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആ പ്രോംപ്റ്റിങ് കേൾക്കാനായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആ പ്രോംപ്റ്റിങ് പിടിക്കാൻ നിൽക്കുന്ന ആ മുഖത്തെ കള്ളത്തനം പോലും ലെൻസ് പിടിച്ചെടുക്കും. സാറേ ഓട്ടോ പ്രൊഡ്യൂസറും കൂടെ ആയിരുന്നല്ലോ. അപ്പോൾ ആ ഒരു കഥാപാത്രം ഇപ്പം സാധാരണക്കാരനായ ഒരു ഓട്ടോ ഡ്രൈവർ, ആ ഒരു സമൂഹത്തിൻ്റെ ഒരു കഥ പറയുന്ന ഒരു സിനിമയാണത്. അപ്പോൾ അങ്ങനെ മാറാനായിട്ട്, അല്ലെങ്കിൽ ഇപ്പം പലരും പറയാറുണ്ട് കഥാപാത്രമായിട്ട് മാറാനായിട്ട് വാച്ച് ചെയ്യാറുണ്ട് പലരെയും, അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും സാറേ, ഈ മോഹൻലാൽ അന്ന് ഒരുപാട് പടം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, ഒരു ഡൗൺ ടു എർത്ത് ഒരു ക്യാരക്ടർ, വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാതെ ഒരു സാധാരണക്കാരനെ എഴുത്തൻ. ഇപ്പം ഒരു മുട്ടത്തോക്കി കഥകളിലൊക്കെ ഉള്ള മാതിരി ഇല്ലാത്തവൻ, പണക്കാരെ വീട്ടിൽ പെണ്ണിൻ്റെ സ്നേഹിക്കുക, അങ്ങനെയൊക്കെ സംഭവം. അത് വെച്ചിട്ട് ഒരെണ്ണം ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അന്ന് പ്രിയദർശനം വെച്ചൊരു പടം ചെയ്യാനായിരുന്നു വീണ്ടും. അപ്പോൾ എൻ്റെ അടുത്ത് മോഹൻലാൽ പറഞ്ഞു, ഇങ്ങനെ വേണു നാഗവള്ളിക്ക് ഒരു പടം ചെയ്യണമെന്നുണ്ട്, രാജുവിന് ചെയ്യുന്നതിന് വിരോധമുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് വിരോധമില്ല, ഓൺലി തിങ് സബ്ജക്റ്റിൻ്റെ കാര്യത്തിൽ ഞാൻ കൂടെ നിൽക്കുന്നു, അത് ശരിയൊന്നുമില്ല. അപ്പോൾ ഞാൻ വേണു നാളിൽ തോന്നി നമുക്ക് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എടുക്കാം. അപ്പോൾ വേണു 100% എൻ്റെ കൂടെ നിന്നു. ഇപ്പോൾ വേണു എന്ന് വെച്ചാൽ വളരെ ഈ പറഞ്ഞ ഒരു ഡെഡിക്കേഷനുള്ള ഡയറക്ടറാണ്, ഓവർ സിൻസിയറാണ്. പുള്ളി അന്ന് തൊട്ട് തന്നെ സകല ആട്ടോക്കാരെ വിളിച്ചു വരുന്നു. ഞാനും കൂടി ഇരുന്നിട്ട് ആട്ടോക്കാരെ വിളിച്ചിട്ട് അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ, എന്തൊക്കെ സംഭവങ്ങൾ വണ്ടി നടക്കുന്നുള്ളതിൻ്റെ എല്ലാം കംപ്ലീറ്റ് പല ശാസ്ത്രമംഗലത്തുള്ള ആളിനെ സ്റ്റാച്യൂലുള്ള ആളിനെ കൊണ്ടുവന്ന് അയാൾക്ക് കാപ്പിയും ഇതൊക്കെ കൊടുത്തിട്ട് അവരെ നമ്മളൊരു നോട്ടുണ്ടാക്കി, അങ്ങനെ കുറേ സംഭവം ഉണ്ടാക്കുന്നു. പിന്നെ ഇത് കൂടാതെ ഈ ഇതിനു മുമ്പ് വന്ന സിനിമകളിൽ കയ്യടി കിട്ടിയ ചില സംഭവങ്ങളുണ്ട്. ഇതിനിപ്പം കള്ളം പറയുന്നത് ഉദാഹരണം ആഭിജാത്യത്തിൽ മധുസാറ് ഉണ്ണാനായിട്ടിരിക്കുകയാണ്, ശാരദയുടെ ഭർത്താവ് ഉണ്ണായിരിക്കാൻ നേരത്ത് തിക്കുറിച്ചേട്ടൻ വന്നിട്ട്, നീ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ കയറി ഇരുന്നുണ്ണോ, അവൻ്റെ ഇടയിൽ മാറ്, നിനക്ക് പിന്നെ ഉണ്ണാന്ന് പറയും. എത്ര ഒരാളായാലും ഊണ് കഴിക്കാതിരുന്ന ചോറിൽ കൈവച്ച ഒരാൾ ആ പ്ലേസിൽ നിന്ന് ഇറക്കി വിടുന്നത് ഭയങ്കര മോശമായിരുന്നു. മധുസാറ് ചിരിച്ചുകൊണ്ട് എണീറ്റ് വന്ന അത് ആ സീൻ ഓർക്കുമ്പോൾ എനിക്ക് കണ്ണ് പറയാനുണ്ട്. ഞാൻ അങ്ങനെ ഒരു സീൻ നമുക്ക് വേണം. സോ അപ്പോൾ ഹോട്ടലിൽ ഉണ്ണാനായിട്ട് മോഹൻലാൽ വന്നിരിക്കുമ്പോൾ സുകുമാരി, നീ ഇതിൻ്റെ ഇടയിൽ കയറിയിരിക്കുന്നു, പിന്നെ എണീക്കാം. ഇങ്ങനെ അതിനു മുമ്പ് ഹിറ്റായിട്ടുള്ള പല സ്ഥലങ്ങളിലെ ഹൈലൈറ്റ്സ് ഞാൻ വേണു നാഗവള്ളിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പോൾ ജയൻ ഇംഗ്ലീഷ് സംസാരിച്ചത് അങ്ങാടിയിലൊരു ക്ലാസ് കിട്ടിയത്. ഞാൻ അത് ആട്ടോക്കാരൻ ഇതിലത് പറയട്ടെ, മോഹൻലാൽ പറഞ്ഞപ്പോൾ അത് തിയേറ്ററിൽ ക്ലാസ് ആയിരുന്നു. അതൊക്കെ ആ ഒരു ഫോർമുലയൊന്നും എന്നൊന്നും കറക്റ്റ് തന്നെയാണ്. അങ്ങനെ തല്ലിക്കൂട്ടി ഉണ്ടാക്കിയ സംഭവം ഓട്ടോ ഭയങ്കര സൂപ്പർ ഹിറ്റായി അന്നത്തെ കാലത്ത്. ഇന്നും ഞാൻ ഈ ട്രിവാൻഡ്രത്ത് ട്രെയിനിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ വെളുപ്പിന് 5:30 മണിക്ക് ഡ്രൈവർമാരെ മെനക്കെടുത്താൻ പാടില്ല. ഞാൻ ഓട്ടോയിലേ പോകാറുള്ളൂ. ഞാൻ ഓട്ടോയിൽ ചെല്ലുമ്പോഴത്തേക്കും അധികം ഓട്ടോ ഡ്രൈവേഴ്സ് ഇപ്പോഴല്ല, ആ കാലഘട്ടങ്ങളിൽ, ഇപ്പോഴും ഞാൻ ഓട്ടോയിലാണ് വരുന്നത്, ഞാൻ ആ കാലഘട്ടത്തിൽ ഓട്ടോ ഇറങ്ങുമ്പോഴത്തേക്ക് അണ്ണാ
അണ്ണ പൈസ ഉണ്ട്, അണ്ണ നമ്മളെ കുറിച്ച് നന്നായിട്ട് പടം എടുത്തില്ല. ആട്ടോക്കാരനെ ഒരു തൊട്ടിയായിട്ടല്ലേ കാണിച്ചത്. ആട്ടോക്കാരനിൽ സ്നേഹമുള്ള ഒരുത്തനുണ്ട്, ഒരു മനുഷ്യനുണ്ട്, ഒരു കാമുകനുണ്ട്, നല്ലവനുണ്ടെന്ന്. അപ്പോൾ എനിക്ക് എവിടെ ചെന്നാലും ഓട്ടോറിക്ഷക്കാർക്ക് എന്നെ വലിയ പേരാണ്. അപ്പോൾ അത് മോഹൻലാലിൻ്റെ ആക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, വളരെ ഈസിയാണ്, അഭിനയിക്കാനും തോന്നുന്നില്ല, അങ്ങ് പെരുമാറുന്നില്ല. അത് അങ്ങ് വളരെ വർക്കൗട്ടായി നന്നായി.